ഒരു ഡയറക്ടറാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നന്നായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. നല്ല അടിപൊളിയായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഓരോരുത്തരെയും കൊണ്ടുവന്നേക്കുന്ന അതുപോലെ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് നമ്മൾ കാണാൻ പറ്റും. നമുക്ക് കുറവില്ല, ഒരു ലാഗില്ലാതെ കൊണ്ടുപോയേക്കുന്നത്. രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്തേക്കുന്ന ഈ സിനിമ നല്ല ത്രില്ലർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാസർഗോഡിൻ്റെ തനി ആ ഒരു ഇത് വന്നേക്കുന്ന ഒരു സ്മഗ്ലിംഗ് ആയിട്ട് ഉള്ള ഒരു സാധനം കാസർഗോഡിൽ നടന്നുകൊണ്ടിരുന്ന ഇപ്പം അതല്ല പഴയ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ആ സാധനത്തിനെ എടുത്ത് പറയാവുന്ന രീതിയിൽ ഇതുവരെ കാസർഗോഡിൻ്റെ ഒരു സാധനം തനിയായിട്ട് വന്നിട്ടില്ല. കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ കാസർഗോഡിൻ്റെ ഒരു ആ തനി സ്വഭാവം എടുത്ത് പറയത്തക്ക രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല മേക്കിംഗ്, നല്ല സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലത്തിൽ ഹേസ്റ്റ് വന്നിട്ട് പിന്നെ അത് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു ന്യൂ ഓൾഡ് ടച്ച് ആയിട്ടുള്ള രീതിയിലെടുത്തിട്ടുണ്ട്. ഞാൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ്റെ റോൾസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്യാത്തൊരു റോളാണ് ചെയ്തിട്ടുള്ളത്. ക്രൈം ഈ സിനിമകളൊക്കെ ധാരാളം വരുന്നത്, ആ കൂട്ടത്തിൽ കൊച്ചു പടം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം പൊതുവെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നല്ല രീതിയിലൊക്കെ പറയുന്നു. ബാക്കി ഷോസ് ആൾക്കാർ കാണുന്നത് വളരെ പ്രതീക്ഷയിലാണ്. ശരിക്കും നവീൻ്റെ കൂടെ രണ്ടുപേരും ചേർന്നിട്ട് എഴുതിയിട്ടുള്ള സിനിമയാണ്. നവീനാണ് ഇര എന്നുള്ള സിനിമ എഴുതിയത്. നവീൻ്റെ സംവിധാന സംരംഭം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയാണ്.